ഇന്നലെ എൻ്റെ ചേട്ടൻ അവൻ്റെ പ്രോപ്പർട്ടിയുടെ ഡൗൺ പേയ്മെന്റ് ചെയ്യാനായിട്ട് സ്റ്റോക്സ് വിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. അയ്യോ ചെയ്യല്ലേ. റിയൽ എസ്റ്റേറ്റിലേക്ക് നീ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള സത്യം എന്താണെന്നുള്ളത് നീ ഒന്ന് ആദ്യം മനസ്സിലാക്കണം. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും മുമ്പ് എപ്പോഴും നിങ്ങൾ ഈ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ റെന്റൽ ഈൽഡാണ്. ഇന്ത്യയിലെ നാഷണൽ ആവറേജ് റെന്റൽ ഈൽഡ് വെറും 4.9%. പക്ഷെ ഓരോ റീജിയൻ അനുസരിച്ച് ഇതിൽ മാറ്റം വരും. ഒരു 4 മുതൽ 7% ഇടയ്ക്കുള്ള റെന്റൽ ഈൽഡ് നല്ലതാണ്. രണ്ടാമത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ഇപ്പൊ ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിലൊക്കെ പ്രോപ്പർട്ടി പ്രൈസിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് കണ്ടേക്കുന്നത്. പക്ഷെ ഇങ്ങനെയല്ല എല്ലായിടത്തുള്ള കേസ്. അപ്പോൾ എപ്പോഴും ലോക്കൽ മാർക്കറ്റ് ട്രെൻഡ് ചെക്ക് ചെയ്യണം. ഇനി മൂന്നാമത്തെ ലൊക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലൊക്കേഷനിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് സെൻസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ മിസ്മാച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കാം. ഇനി നമുക്കൊന്ന് റിയാലിറ്റി ചെക്ക് ചെയ്യാം. എനിക്കറിയാം പ്രോപ്പർട്ടി വാങ്ങുക പറയുന്നത് കുറച്ച് ടെംപ്റ്റിംഗ് ആണ്. പക്ഷെ നമുക്കതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഇപ്പം പ്രോപ്പർട്ടി പ്രൈസ് 1 കോടിയാണെന്ന് വിചാരിക്കാം. മന്ത്ലി റെന്റൽ ഇൻകം 30,000 രൂപ. അങ്ങനെയെങ്കിൽ റെന്റൽ ഈൽഡ് ഏകദേശം 3.6% ആയിരിക്കും. അപ്പോൾ ഇതിന്റെ കൂടെ നമ്മളിപ്പോൾ മെയിൻ്റെനൻസ്, പ്രോപ്പർട്ടി ടാക്സ്, അതുപോലെ ലോൺ ഇൻട്രസ്റ്റ് ഒക്കെ കൂട്ടുമ്പോൾ നമ്മുടെ റിയൽ റിട്ടേൺ വീണ്ടും കുറയും. അപ്പോൾ ഇതുകൊണ്ടാണ് ഷോർട്ട് ടേം ഓപ്ഷനിലൊക്കെ റെന്റ് എടുക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് സ്വയം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് പ്രോപ്പർട്ടി വാങ്ങുന്നത് വേർത്ത് ആണോ എന്നുള്ളതൊക്കെ. സോ നിങ്ങളുടെ ഫേവറേറ്റ് അസറ്റ് ക്ലാസ് ഏതാണ്? അത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക.